നിങ്ങൾക്കേവർക്കും വിൻസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിൻ്റെ 3-ാം ഭാഗത്തിലേക്കാണ്. അതിലാദ്യമായി ഡിസ്കസ് ചെയ്യേണ്ടത് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഒരു കണ്ടക്ടറിനെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ദ ബിഹേവിയർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. നമ്മൾ പഠിച്ച ആദ്യത്തെ ചാപ്റ്ററിലെയും അതുപോലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്ററിലെയും ചില മെയിൻ പോയിൻറ്റ്സുകളുടെ കൺക്ലൂഷനാണ് കണ്ടക്ടേഴ്സിൻ്റെ ബിഹേവിയറായിട്ട് നമുക്ക് എഴുതേണ്ടത്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിലൊന്ന്, ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻ ദ ഇൻറ്റീരിയർ ഓഫ് എ കണ്ടക്ടർ ഈസ് 0. ഒരു കണ്ടക്ടറിൻ്റെ ഇൻറ്റീരിയറിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 0. ഒരു കണ്ടക്ടർ എടുത്തു, നമ്മളതിൽ കുറേ ചാർജ് കൊടുത്തു. ആ ചാർജെല്ലാം അതിൻ്റെ സർഫസിൽ യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അവിടെ നിന്നെല്ലാം പുറത്തേക്ക്, അല്ലെങ്കിൽ അതുവരെ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ആ പുറത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആ നെഗറ്റീവ് സർഫസ് വരെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കും. അപ്പോൾ കണ്ടക്ടറിന് പുറത്ത് ഇലക്ട്രിക് ഫീൽഡുണ്ട്, എന്നാൽ കണ്ടക്ടറിനകത്ത് ചാർജ് ഇല്ല, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നില്ല. അതുകൊണ്ട് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 0. അപ്പോൾ എന്താണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി? ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻ ദ ഇൻറ്റീരിയർ ഓഫ് എ കണ്ടക്ടർ ഈസ് 0. അതെങ്ങനെയാണെന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാം. നമ്മളെന്ത് ചെയ്തു? ഒരു കണ്ടക്ടറിനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വെച്ചു. ഓക്കെ, കേട്ടോ? ആ കറുത്ത ലൈൻസ്, അതിലൊന്ന് പോസിറ്റീവ് പ്ലേറ്റും ഒന്ന് നെഗറ്റീവുമാണ്. ആ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഇലക്ട്രിക് ഫീൽഡ്, ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഞാനൊരു കണ്ടക്ടറിനെ പ്ലേസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? കണ്ടോ, ആ പോസിറ്റീവ് പ്ലേറ്റ് വരുന്ന ഭാഗത്ത് കണ്ടക്ടറിൽ നെഗറ്റീവ് ചാർജ് വരികയും അതുപോലെ നെഗറ്റീവ് പ്ലേറ്റിൻ്റെ ഭാഗത്ത് പോസിറ്റീവ് ചാർജ് വരികയും ചെയ്തു. അപ്പോൾ എന്താ പ്രത്യേകത? അതിനകത്ത് ചാർജുകൾ സെപ്പറേറ്റ് ചെയ്തു. അതിനകത്തൊരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി. അതാണ് ഈ ഇൻഡ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡിന് തുല്യമാണ്, എന്നാൽ ഓപ്പോസിറ്റ് ദിശയിലാണ്. ഓക്കെ, the magnitude of induced electric field is same as that of the external field, but its direction is opposite. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട്, അതിന് ഓപ്പോസിറ്റായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ കണ്ടക്ടറിനകത്തുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0. കണ്ടക്ടറിന് വെളിയിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ ഈസ് 0. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോകാം. എന്താണ്? 2, ഇലക്ട്രിക് ഫീൽഡ് ജസ്റ്റ് ഔട്ട്സൈഡ് ദ സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ ഈസ് നോർമൽ ടു ദി സർഫസ്. ഇപ്പോൾ ഒരു കണ്ടക്ടർ കുറേ ചാർജ് കൊടുത്താൽ ആ ചാർജുകളെല്ലാം കണ്ടക്ടറിൻ്റെ സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിൻ്റെ സർഫസിന് നോർമലായിരിക്കും. അപ്പോൾ നമ്മൾ ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനൊക്കെ പഠിച്ചപ്പോൾ അതിനകത്ത് നമ്മളൊരു തിൻ ഷീറ്റ് എടുത്തു, അതിൽ കുറേ ചാർജ് കൊടുത്തു. ആ തിൻ ഷീറ്റിൻ്റെ സർഫസിന് പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ടാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചത്. ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസാണ് ഇലക്ട്രിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നു ദ ഇലക്ട്രിക് ഫീൽഡ് ജസ്റ്റ് ഔട്ട്സൈഡ് ദി സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ ഈസ് നോർമൽ ടു ദി സർഫസ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, അടുത്ത 3-ാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. നെറ്റ് ചാർജ് ഇൻ ദ ഇൻറ്റീരിയർ ഓഫ് എ കണ്ടക്ടർ ഈസ് 0. ഞാൻ ഒരേ കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത്. ഒരു കണ്ടക്ടറിൽ കുറേ ചാർജ് കൊടുത്താൽ ആ ചാർജ്
അതിൻ്റെ സർഫസിൽ മാത്രമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ കണ്ടക്ടറിനകത്തെ മൊത്തം ചാർജിൻ്റെ വില എത്രയാണ്? 0. ദ നെറ്റ് ചാർജ് ഇൻ ദ ഇൻറ്റീരിയർ ഓഫ് എ കണ്ടക്ടർ ഈസ് 0. അപ്പോൾ അവിടെ ചാർജ് ഇല്ലാത്തത് കൊണ്ട് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 0. നമ്മൾ കൊടുത്ത ചാർജ് സർഫസിൽ മാത്രമാണുള്ളത്. ആ സർഫസിൽ നിന്നും പെർപെൻഡിക്കുലറായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. കണ്ടക്ടറിൽ കുറേ ചാർജ് കൊടുത്താൽ ചാർജ് സർഫസിൽ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുകൊണ്ട് മൂന്നാമത്തെ പ്രോപ്പർട്ടി, ദ നെറ്റ് ചാർജ് ഇൻസൈഡ് ദി കണ്ടക്ടർ ഈസ് 0. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് 0. ഒന്നാമത്തെ ബിഹേവിയർ. അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും കണ്ടക്ടറിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജസ് റിസൈഡ്സ് ഓൺ ദി സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൽ ചാർജ് കൊടുത്താൽ ആ ചാർജുകളെല്ലാം തന്നെ കണ്ടക്ടറിൻ്റെ സർഫസിൽ മാത്രമായി റിസൈഡ് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. കണ്ടക്ടർ ചാർജ് കൊടുത്താൽ ആ ചാർജ് മൊത്തം അതിൻ്റെ സർഫസിൽ മാത്രമായിട്ട് കാണും. ചാർജസ് റിസൈഡ്സ് ഓൺലി ഓൺ ദി സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ. അതുകൊണ്ടാണ് കണ്ടക്ടറിനകത്തെ ചാർജ് 0 എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും 0. അടുത്ത അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റൻറ്റ് ഫോർ ദി എൻറ്റയർ കണ്ടക്ടർ. ആ കണ്ടക്ടർ മൊത്തത്തിൽ എടുത്താൽ അവിടെ എല്ലായിടത്തെയും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 എന്ന് കരുതി പൊട്ടൻഷ്യൽ 0 അല്ല. സർഫസിലും അകത്തും എല്ലാം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷനാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇസ് ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് E ഈസ് ഈക്വൽ ടു മൈനസ് dV/dr. അങ്ങനെയാണെങ്കിൽ നമുക്ക് dV കണ്ടെത്താം, മൈനസ് EdR എന്ന് കിട്ടും. dr 0 ആകില്ല. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ് എന്ന് വിചാരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് 0 ആണ് എങ്കിൽ dV 0 ആകും. ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ 0 ആയാൽ ആ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ dV 0 ആയാൽ V ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആരാണ് V? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റൻറ്റ് ഫോർ ദി എൻറ്റയർ കണ്ടക്ടർ. മനസ്സിലായോ? അപ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ എല്ലാ ഭാഗത്തെയും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇതാണ് അഞ്ചാമത്തെ ബിഹേവിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആറാമത്തെ പോയിന്റിലേക്ക് പോകാം. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു സർഫസ് ചാർജ് ഡെൻസിറ്റി. എന്തിനാണ്? ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയ്ക്ക് തുല്യമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സർഫസ് എടുത്താൽ അല്ലേ, ആ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് E ഈസ് ഈക്വൽ ടു σ/ε0 എന്നാണ്. നമ്മൾ ശരിക്കും ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷന് പഠിച്ചിട്ടുണ്ട്. രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, ആ വാല്യൂ ആണ് E ഈസ് ഈക്വൽ ടു σ/ε0. അതിൽ ε0 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സിഗ്മ, സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നാണ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആ ഫിഗറിലേക്ക് നോക്കുക. നമ്മുടെ ഫിഗറിൽ ഒരു ചെറിയ ഏരിയ കൊടുത്തിട്ടുണ്ട് DS. ആ DS വെച്ചിട്ട് ഞാനൊരു സിലിണ്ടർ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ Eയും DSഉം പാരലലാണ്. അപ്പോൾ ഗോസസിൽ പറയുന്നത് ഇൻ്റഗ്രൽ E.ds എന്ന് പറയുന്നത് Q/ε0 എന്നാണ് അല്ലേ. E DS പാരലൽ ആയതുകൊണ്ട് ഇൻ്റഗ്രൽ EdS cos 0 എന്ന് പറയുന്നത് Q/ε0 എന്ന് കിട്ടും. അതായത് E ഇൻറ്റു ഇൻ്റഗ്രൽ DS ഈസ് ഈക്വൽ ടു Q/ε0. നൗ ഇൻ്റഗ്രൽ DS എന്ന് പറയുന്നത് നമുക്ക് എത്ര എടുക്കാം? നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഏരിയ DS ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം ചാർജ് Q എന്ന് പറയുന്നത് σ/ds ആയിരിക്കും. എന്തുകൊണ്ട്? സിഗ്മ ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ഏരിയ. സിഗ്മ ഈസ് ഈക്വൽ ടു Q/ds എന്നാണ്. അങ്ങനെയാണെങ്കിൽ Q ഈസ് ഈക്വൽ ടു σ/ds എന്നെടുക്കാം. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. EdS ഈസ് ഈക്വൽ ടു σ/ds/ε0. DS ഉം DS ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് Eയുടെ വാല്യൂ കിട്ടും
E is equal to sigma by epsilon 0. Electric field is directly proportional to surface charge density. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടക്ടർ തന്നിട്ട് ആ കണ്ടക്ടറിൽ കുറേ ചാർജ് കൊടുത്തിട്ട് ഒരു നിശ്ചിത ഭാഗത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ പറഞ്ഞാൽ ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്യുക. ആ ഏരിയ ഡി എസ് എന്ന് കൊടുക്കുക. ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഡി എസിന് പാരലായിരിക്കും. ഈ ഡി എസും പാരലായിരിക്കും. ഈ ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്നാണ്. ക്യൂ എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റി വെച്ച് സിഗ്മ ഡി എസ് എന്ന് കൊടുക്കുക. ഡി എസും ഡി എസും ക്യാൻസൽ ചെയ്തു പോകും. ഈയുടെ വില സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് നമുക്ക് കിട്ടും. ഓർത്തിരിക്കുക. നമുക്ക് ഏഴാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് വരാം. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ക്യാവിറ്റി ഈസ് 0. ഓക്കെ, നമ്മളൊരു റബ്ബർ ബോൾ എടുക്കുക. ഓക്കെ, എന്താ പ്രത്യേകത? അതിനകത്ത് ഒരു ക്യാവിറ്റി ഉണ്ട്. അതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും 0 ഒരു ക്യാവിറ്റിക്കകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് 0. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ക്യാവിറ്റി ഈസ് 0. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, നമ്മളൊരു കണ്ടക്ടർ എടുത്തു. ആ കണ്ടക്ടറിന് ഒരു സ്ഫെറിക്കൽ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ പോസിറ്റീവ് ചാർജ് കൊടുത്തു. ആ പോസിറ്റീവ് ചാർജെല്ലാം അതിൻ്റെ സർഫസിൽ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ആ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. നമ്മളതിനകത്തൊരു ഒരു റോസ് കളറിൽ ഒരു സർഫസ് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V0 എന്ന് കൊടുത്തിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. എന്നാൽ അതിനകത്ത് ഞാൻ എന്ത് ചെയ്തു? ഒരു വൈറ്റ് പോർഷൻ, ഒരു ക്യാവിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ക്യാവിറ്റിയിൽ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ 0 എന്ന് കാണിച്ചിട്ടുണ്ട്. എന്നാൽ V is equal to a കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഗോലി എടുക്കുക. അത് യൂണിഫോം ആയിട്ട് ഉള്ളൊരു ബോഡിയാണ്. അതിലെല്ലാം നമ്മൾ ചാർജ് കൊടുത്തു. ആ ചാർജെല്ലാം സർഫസിൽ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അവിടെ നിന്നെല്ലാം ഇലക്ട്രിക് ഫീൽഡ് വെളിയിലേക്ക് പോകുന്നു. പക്ഷേ ഇൻസൈഡ് ദി ബോഡി ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. പക്ഷേ അവിടുത്തെ പൊട്ടൻഷ്യൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മളെന്ത് ചെയ്യുകയാണ്? ഒരു റബ്ബർ ബോൾ എടുക്കുക. ഓക്കെ, ബോളിൻ്റെ അകഭാഗം ഒരു ക്യാവിറ്റിയാണ്. അവിടെ കുറച്ച് എയർ മാത്രമേ ഉള്ളൂ. അവിടുത്തെ പ്രത്യേകത, അവിടുത്തെ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ക്യാവിറ്റി 0. ഇതിനെ അടിസ്ഥാനമാക്കി ഒരു ആപ്ലിക്കേഷനുണ്ട്. ആപ്ലിക്കേഷനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. ഷീൽഡ് ചെയ്യുക മീൻസ് പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കവർ ചെയ്യുക. ഇലക്ട്രോസ്റ്റാറ്റിക്സിലൂടെ ചാർജ് കൊണ്ട് നമുക്ക് ഒരു റീജിയൻ എന്ത് ചെയ്യാൻ പറ്റും? ഷീൽഡ് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് എന്ന് പറയുന്നത്. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദ ഫിനോമിനൻ ഓഫ് മേക്കിംഗ് a region free from any electric field is called electrostatic shielding. ഒരു നിശ്ചിത സ്ഥലത്തെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുക. എ റീജിയൻ ഫ്രീ ഫ്രം എൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കാൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് വാനിഷസ് ഇൻസൈഡ് ദ ക്യാവിറ്റി ഓഫ് എ ഹോളോ കണ്ടക്ടർ. ഒരു ഹോളോ കണ്ടക്ടറിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് വാനിഷ് ചെയ്യുന്നു, ഡിസപ്പിയർ ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ക്യാവിറ്റി 0. ഇതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ദ ഫിനോമിനൻ ഓഫ് മേക്കിംഗ് എ റീജിയൻ ഫ്രീ ഫ്രം എനി ഇലക്ട്രിക് ഫീൽഡ്. ഏതെങ്കിലും ഒരു റീജിയനെ എക്സ്റ്റേണൽ ഫീൽഡിൽ നിന്നും അതിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുക. ആ ഫിനോമിനനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ക്യാവിറ്റി 0. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ക്യാവിറ്റി വാനിഷസ് ഓർ ഡിസപ്പിയേഴ്സ്. ഒരു ക്യാവിറ്റിക്കകത്തെ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എത്രയായിരിക്കും? 0 ആയിരിക്കും. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനാണ്. ഇടി വെട്ടുമ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. എന്നാൽ നമ്മൾ കാറിനകത്തോ ബസ്സിനകത്തോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ സേഫാണ്. It is more safer to be inside a car rather than near a tree during lightning. എന്തുകൊണ്ട്? ഇടിമിന്നലുണ്ടാകുമ്പോൾ വലിയ എമൗണ്ട് ചാർജ് ഉണ്ടാകും.
ആ ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ കാറിൻ്റെ മെറ്റാലിക് ബോഡിയിൽ വന്ന് വീഴും. എന്താ പ്രത്യേകത? ആ ചാർജ് ആ മെറ്റാലിക് ബോഡിയിൽ യൂണിഫോമായിട്ട് എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. കാരണം ടയർ റബ്ബറാണ്, അതുകൊണ്ട് ആ ചാർജ് എർത്തിലേക്ക് പോകത്തില്ല, അതിൻ്റെ സർഫസിൽ യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അക്കോർഡിംഗ് ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ഇൻസൈഡ് ദ കാർ ആക്ട് ആസ് എ ക്യാവിറ്റി, ഇൻസൈഡ് എ ക്യാവിറ്റി ഇലക്ട്രിക് ഫീൽഡ് ഈസ് സീറോ. അതുകൊണ്ട് കാറിനകത്തിരിക്കുന്ന ആളെന്ന് പറയുന്നത് വളരെ സേഫായിരിക്കും. മനസ്സിലായോ? എന്നാൽ ഒരൊറ്റ വലിയ മരത്തിൻ്റെ മുകളിൽ അടുത്ത് പോയി നിൽക്കുകയാണെങ്കിൽ എന്താണ് വരുന്ന മിന്നലുണ്ടാകുമ്പോൾ വരുന്ന ചാർജ് എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഭൂമിയുമായി കണക്ട് ചെയ്യുന്നത് ആ മരത്തിലൂടെ എന്ത് ചെയ്യും? ആ ചാർജ് എർത്തിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് മോർ സേഫസ്റ്റ് ടു ബി ഇൻസൈഡ് എ കാർ റാദർ ദാൻ നിയർ എ ട്രീ ഡ്യൂറിങ് ലൈറ്റ്നിങ്. നമുക്ക് ചില ഇലക്ട്രോണിക് ഡിവൈസസുകളെ എന്ത് ചെയ്യണം? മറ്റ് ഇലക്ട്രിക് ഫീൽഡ്, ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഒരു മെറ്റാലിക് കേജ് ഉണ്ടാക്കുക. കേജ് ഉണ്ടാക്കിയിട്ട് അതിലേതെങ്കിലും ഒരു ചാർജ് കൊടുക്കുക. അപ്പോൾ ചാർജ് എന്ത് ചെയ്യും? അതിൻ്റെ സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പുറത്ത് മൊത്തം ഇലക്ട്രിക് ഫീൽഡ് കാണും. എപ്പോഴും അതിനകത്തെ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിരിക്കും. വേറെ ഒരു ചാർജിനും ഈ പറയുന്ന ബോക്സിനകത്തിരിക്കുന്ന വസ്തുവിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫാരഡേ കേജസ് എന്നാണ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചില ഡിവൈസുകളെ എക്സ്റ്റേണൽ ഫീൽഡിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഒരു മെറ്റാലിക് ബോക്സിനകത്ത് വയ്ക്കും. എന്നിട്ട് ആ മെറ്റാലിക് ബോക്സിന് കുറേ ചാർജ് കൊടുക്കും. ആ അറേഞ്ച്മെൻറ്റ് നമ്മൾ ഫാരഡേ കേജസ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ കൊയാക്സിൽ കേബിൾ, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കേബിൾ, ടി വിയുടെ വയറൊക്കെ നമുക്കറിയാം. അതിൻ്റെ പുറത്ത് അതിൻ്റെ മധ്യഭാഗത്തൊരു മെയിൻ വയർ കാണും. അതിന് ചുറ്റും എന്ത് കാണും? ഒരു മെറ്റാലിക് കവറിങ് കാണും. ആ മെറ്റാലിക് കവറിങ് എന്ന് പറയുന്നത് എർത്ത് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അതിനകത്തുള്ള വയറിലൂടെയാണ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആ സിഗ്നലിനെ ഒരിക്കലും എക്സ്റ്റേണൽ ഫീൽഡിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അഫക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദീസ് ആർ ദ ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. അതിലാദ്യം പറഞ്ഞത് ഞാൻ പഠിപ്പിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ശ്രദ്ധാപൂർവം ഈ വീഡിയോ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുക. എന്നിട്ട് ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. മനസ്സിലായില്ല എങ്കിൽ ആ ടോപ്പിക്ക് എന്നെ അറിയിക്കുക, പേഴ്സണലായിട്ടോ ഗ്രൂപ്പിലോ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് 2-3 ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഈസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നെസസറി zero at a point where the electric field strength is zero? Give an example to illustrate your answer. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സീറോ ആകുമോ? ഓക്കെ, നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ എടുക്കാം. E=-dV/dr എന്നാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്. അപ്പോൾ ഈ സീറോ ആയി. അപ്പോൾ തീർച്ചയായിട്ടും ഇക്വേഷനിൽ കൊടുത്താൽ dV/dr സീറോ ആകും. dV/dr സീറോ ആണ് എങ്കിൽ dV സീറോ ആകണം. dV സീറോ വന്നുവെങ്കിൽ തീർച്ചയായിട്ടും V എന്ന് പറയുന്നത് ഒരു നോൺ സീറോ വാല്യൂ ആയിരിക്കും. അതായത് V = കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവാണ് പൂജ്യമാകുന്നത്. അപ്പോൾ എന്താണ് പ്രത്യേകത? ഇലക്ട്രിക് ഫീൽഡ് പൂജ്യമാണ്, പക്ഷേ പൊട്ടൻഷ്യൽ എന്തല്ല? പൂജ്യമല്ല. പൊട്ടൻഷ്യൽ ഒരു നോൺ സീറോ വാല്യൂ ആണ്. ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മളൊരു സ്ഫിയർ എടുത്തു. ആ സ്ഫിയറിൽ കുറേ ചാർജ് കൊടുത്തു. തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചു ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ സ്ഫിയർ ഈസ് സീറോ. പക്ഷേ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പൂജ്യമല്ല. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ പൊട്ടൻഷ്യൽ ഓൺ ഇറ്റ് സർഫസ്. അതിലെ സർഫസിലെ വാല്യൂ എത്രയാണ്? ആ റേഡിയസ് ആണെങ്കിൽ 1/4πε0 Q/r എന്ന് കിട്ടും. അതേ വാല്യൂ തന്നെയാണ് അതിനകത്തുള്ള ഓരോ പോയിന്റിലെയും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് വേറെ എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തത്? 2 പോസിറ്റീവ് ചാർജുകൾ ഒരു ലൈൻ കൊണ്ട് യോജിപ്പിക്കുക. ഒരു ലൈനിൽ 2 പോസിറ്റീവ് ചാർജുകൾ ഇരിക്കുകയാണ്. അതിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കാം. ഒന്നാമത്തെ ചാർജ് ആ പോയിൻ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ദിശ പോസിറ്റീവ് ആണെങ്കിൽ റൈറ്റിലേക്കായിരിക്കും. രണ്ടാമത്തെ ചാർജ് ഉണ്ടാക്കുന്ന സെയിം അകലമാണല്ലോ, ആ ഇലക്ട്രിക് ഫീൽഡും ലെഫ്റ്റിലേക്കായിരിക്കും. ആ 2 ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ തുല്യമാണ്. നമ്മൾ വാല്യൂ കൊടുത്താൽ E=1/4πε0 Q/r എന്ന് കിട്ടും. നമുക്ക് E1 E2 എന്ന് എടുക്കാം.
രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് തുല്യമാണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E1 മൈനസ് E2 എന്നെടുക്കുക. അപ്പോൾ ഉത്തരം എത്ര ആയി പോകും? 0 ആയി പോകും. ഓക്കെ. എന്നാൽ അവിടുത്തെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ നമ്മളെടുത്താൽ ആ ഇക്വേഷൻ ബേസിൽ പറഞ്ഞാൽ V is equal to 1/4πε0 Q/R എന്ന് കിട്ടും. അടുത്ത പൊട്ടൻഷ്യലും V is equal to 1/4πε0 Q/R ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആ പൊട്ടൻഷ്യൽ സ്കെയിലർ ആയതുകൊണ്ട് V + V എന്നെടുക്കാം. 2 × 1/4πε0 Q/R എന്ന് കിട്ടും. അതായത് ഒരു ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിൻ്റെ ഇരട്ടി വാല്യൂ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ആ പോയിന്റ് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദി മിഡ് പോയിന്റ് ഓഫ് two equal and similar charges is 0, but the potential at that point is twice that due to a single charge. Okay. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതിൻ്റെ റിവേഴ്സ് ക്വസ്റ്റ്യൻ. Can electric potential at a point be 0 while electric field at that point is not 0? ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 എന്നാൽ അവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 ഉത്തരം എന്താണ്? യെസ് എന്നാണ്. ചോദ്യം എന്താണ്? ചോദ്യം ഒന്നുകൂടെ നോക്കുക. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് 0 എന്നാൽ അവിടുത്തെ പൊട്ടൻഷ്യൽ 0 ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചിട്ടുള്ള ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനും ഇക്വിറ്റോറിയൽ ലൈനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ആദ്യം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വിറ്റോറിയൽ ലൈൻ എടുക്കാം. സോ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇക്വിറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 1/4πε0 P/R³ എന്നാണ് നമുക്ക് വാല്യൂ കിട്ടിയത്. നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പൊട്ടൻഷ്യൽ പഠിച്ചായിരുന്നു. പക്ഷേ പൊട്ടൻഷ്യൽ എടുത്തപ്പോൾ അവിടെ 1/4πε0 P cos θ/R² വന്നു. തീറ്റയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്വിറ്റോറിയൽ ലൈനിൽ തീറ്റ 90 ഡിഗ്രി ആയതുകൊണ്ട് cos 90 വരും. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. പറഞ്ഞ് മനസ്സിലായോ? ഡൈപോളിൻ്റെ ഇക്വിറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഉത്തരം എഴുതുക. അതൊരു വാല്യൂ ഉണ്ട്. 1/4πε0 P/R³ എന്നാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിൻ്റ് ഓൺ ദി ഇക്വിറ്റോറിയൽ ലൈൻ പഠിച്ചു. അതിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പോൾ എന്താണ് സംഭവം? ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 0 അല്ല, പക്ഷേ അവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയായി? 0 ആയി. അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ. ഒരിക്കൽ കൂടി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. നമുക്ക് വീണ്ടും അത് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പോവേണ്ടതുണ്ട്. ഓക്കെ. ഓക്കെ, ബൈ.